കർത്താവ് ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ നടത്തിയല്ലോ. ആപത്തുകൾ വന്നപ്പോഴും അനർത്ഥങ്ങൾ വന്നപ്പോഴും നിരാശകളൊക്കെ വന്നപ്പോഴൊക്കെ കർത്താവിന്റെ വലിയ സാന്നിധ്യവും കൃപയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസനിലായിരിക്കാം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇതിൽ നിന്ന് ദൈവിക ദൂതുകളും ആലോചനകൾക്ക് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി മുഖവരകൾ പറഞ്ഞ സമയത്തെ ദീർഘിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വേഗത തന്നെ അതിനകത്തുള്ള ചില ദൂതുകൾ നിങ്ങളുമായി കൈമാറുവാൻ ആത്മാവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നാളുകളിൽ കർത്താവിന്റെ അത്ഭുതങ്ങളും കർത്താവിന്റെ വീര്യപ്രവൃത്തികളും ദൈവിക അത്ഭുതങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കുവാനും വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ യേശു കർത്താവിന്റെ അത്ഭുതത്തിന്റെ ആരംഭമായി കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു അനുഭവത്തെയാണ് നമ്മളിവിടെ വായ്പാടയായി തീർന്നത്. ഹല്ലേലൂയ. പച്ചവെള്ളം വീഞ്ഞ് ആയതല്ല നമ്മുടെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നത് എന്ന് വായിച്ചു വിടാമല്ലോ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ യേശുവിനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി ഇതിന്റെ കാര്യ പശ്ചാത്തലങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. നമുക്കറിയാം, യേശുവും ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും വന്നത് കൊണ്ടാണോ ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയതല്ല. അവിടെ ഒത്തിരി ജനങ്ങൾ കൂടി വന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അല്ലെങ്കിൽ യേശു വന്നത് കൊണ്ട് തന്നെ, യേശു ആ ഭവനത്തിലുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ചിലപ്പോൾ യേശുവിനെ കാണാൻ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം, ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പുറത്തിരുന്ന ചില കൽപാത്രങ്ങളെ കർത്താവ് കാണുവാനിടയായിത്തീർന്നു. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്റെ മകൾക്ക് യേശുവിന്റെ അമ്മ ഓടി വന്നിട്ട് പറയുകയാണ്, ഈ വീട്ടിനകത്തുള്ള വീഞ്ഞ് തീർന്നിരിക്കുകയാണ്, നീ അവരെ ഒന്ന് സഹായിക്കണമെന്ന് യേശുവിന്റെ അമ്മ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു മറുപടിയുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ നാഴിക ഇതുവരെ ആയിട്ടില്ല. പക്ഷേ യേശുവിന്റെ അമ്മ അവിടെ നിന്ന് അവിടുത്തെ വേലക്കാരോട് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന വെളിപ്പാട് ഇങ്ങനെയാണ്, കർത്താവിന്റെ ആലോചന തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവിക ആലോചനകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ പ്രവർത്തിക്ക് വേണ്ടി നാം ഇറങ്ങുവാൻ തയ്യാറായാൽ നമ്മൾ ഇറങ്ങുന്ന വഴികൾ പരാജയമാകത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവ പ്രവർത്തി കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കണമേ, ഈ ഇത്രയും വലിയ കല്യാണം നടക്കുന്ന വീട്ടിനകത്ത് ഹല്ലേലൂയ ഒത്തിരി വെയിനുകൾ നിറച്ചു വെച്ച ഭരണികൾ, ഹല്ലേലൂയ കൽപാത്രങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ വീട്ടിനകത്തുണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് വചനം വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നു, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വീഞ്ഞ് തീർന്നതിന്റെ പരാതി പറയുമ്പോൾ കർത്താവ് പറയുന്നു, പുറത്തിരിക്കുന്ന 6 കൽപാത്രങ്ങളിൽ നിങ്ങൾ വെള്ളം കോരി നിറയ്ക്കാൻ പറയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്
നമ്മോട് കൈമാറുവാനുള്ള വെളിപ്പാട് ഇങ്ങനെയാണ്. നമ്മുടെ യോഗ്യതകൾ കണ്ടിട്ടോ, നമ്മുടെ കഴിവുകൾ കണ്ടിട്ടോ, നമ്മുടെ മിടുക്കുകൾ കണ്ടിട്ടോ അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഒന്നുമില്ലാത്തവനാണെന്ന് ദൈവത്തിനറിയാം. നമ്മൾ പരാജയപ്പെട്ടവനാണെന്ന് ദൈവത്തിനറിയാം. നമ്മൾ വെറും ശൂന്യനാണെന്ന് ദൈവത്തിനറിയാം. പക്ഷേ നിങ്ങളെ നിറയ്ക്കണമെന്ന് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ ഇന്ന് പകൽക്കാലം എന്നെയും വക്കോളം നിറയ്ക്കണമേ. എന്റെ ജീവിതത്തിനകത്തുള്ള ശൂന്യതകളെ ഒന്ന് മാറ്റണമേ. എന്റെ ജീവിതത്തിലെ വെറുപ്പുറ്റലുകൾ, എന്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെ ഒന്ന് മാറ്റി ഇന്ന് പകൽക്കാലം എന്നെ വക്കോളം നിറച്ച് ആത്മാവിന്റെ തൃപ്തി എന്റെ ജീവിതത്തിനകത്ത് കൈമാറണമേ എന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നിങ്ങളെ നിറയ്ക്കുന്ന ഒരു നാഥൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താദാസൻ എന്നോട് പറഞ്ഞപ്പോ എന്റെ ഉള്ളിലേക്ക് വേഗം കടന്നു വന്നൊരു ചിന്തയാണ്. ഹല്ലേലൂയ. ചിന്തിക്കണമേ, ഈ കല്യാണ വീട്ടിനകത്ത് ചിലപ്പോൾ വീഞ്ഞ് നിറച്ചു വച്ചിരുന്ന നല്ല മനോഹരമായ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വീഞ്ഞ് നിറച്ചു വെച്ച നല്ല മനോഹരമായ പാത്രങ്ങൾ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാത്രങ്ങൾ, വീഞ്ഞ് നിറച്ചു വച്ചിരുന്ന പാത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പാത്രങ്ങളെല്ലാം കാലിയായി. അവിടെ ഇപ്പൊ ശൂന്യത വെളിപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവ് വീഞ്ഞിരുന്ന പാത്രത്തിലല്ല പിന്നെയും വീഞ്ഞ് നിറയ്ക്കാൻ പറഞ്ഞത്. കർത്താവ് പറയുകയാണ്, പുറത്ത് 6 കൽപാത്രങ്ങൾ ഇരിപ്പുണ്ട്, നിങ്ങൾ അതിനകത്തേക്ക് വെള്ളം നിറയ്ക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയുന്നു, അല്ലെങ്കിൽ നിറഞ്ഞവരും ഞാനെന്ന ഭാവം കാണിച്ചവരും അഹങ്കരിച്ചവരും നോക്കി നിൽക്കെ സൂര്യനായി കണ്ട നിന്നെയും എന്നെയും നിറപ്പാൻ ഇന്ന് പകൽക്കാലം അരുവനാഥനായ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. മനസ്സിലായവർ ദൈവത്തിന്റെ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നിറഞ്ഞവരെന്ന് പറയുന്ന അഹങ്കരിക്കുന്നവരുണ്ട്. ഞാൻ പണ്ട് ഹല്ലേലൂയ എന്റെ ഭരണിയിൽ വീഞ്ഞ് നിറഞ്ഞിരുന്നതാണ്. ഞാൻ മുഖാന്തരം അനേകം പേർ തൃപ്തി അനുഭവിച്ചതാണ്, എന്നിൽ നിന്ന് മാധുര്യം അനുഭവിച്ചതാണെന്നൊക്കെ പറയാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്ന് വന്നേക്കാം. അത് പഴയ കാലമാണ്. ഇന്ന് പകൽക്കാലം ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകലിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പുറം തള്ളപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആരാലൊക്കെയോ കൈവിടപ്പെട്ട്, ആരാലൊക്കെയോ തള്ളപ്പെട്ട്, എല്ലാവരും വെറുക്കപ്പെട്ട് പൊടിയടിച്ചു ശൂന്യത മാത്രം കണ്ട് ഇനി ആരും എന്നെ അംഗീകരിക്കത്തില്ലെന്ന് വിധി പറഞ്ഞ് ജീവിതത്തിനകത്ത് ശൂന്യത മാത്രം കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം പരാജയത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പോകുന്ന വ്യക്തിയെ ഇന്ന് പകൽക്കാലം നിന്നെ മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന വെളിപ്പാട് ഇങ്ങനെയാണ്. ഇന്ന് പകൽക്കാലം വക്കോളം നിറയുവാൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിറയ്ക്കുന്ന ഒരു അരുമനാഥൻ ഇതിനകത്ത് തുടങ്ങി വന്നിട്ടുണ്ട്. അവന്റെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാവോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിന്തിക്കണമേ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ഗ്ലാസ്സിൽ നേരത്തെ വെള്ളം നിറച്ചു വച്ചിരുന്ന ഗ്ലാസ്സാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗ്ലാസ് ശൂന്യമാണ്. ചിലപ്പോൾ ഈ ഗ്ലാസ്സിന് പറയാൻ ഒത്തിരി അനുഭവങ്ങൾ കാണും. എന്നെ ഒത്തിരി തലോടിയ ഹല്ലേലൂയ രാജാക്കന്മാരുണ്ട്, എന്നെ ഒത്തിരി തലോടിയ വ്യക്തി ജീവിതങ്ങളുണ്ട്. ഇതിലെ വന്നവരെല്ലാരും എന്റെ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. എന്താണ് യേശുവേ, ഈ വീഞ്ഞിരുന്ന പാത്രത്തിൽ തന്നെ വീണ്ടും നിറച്ചുകൂടെ എന്ന് ചിലപ്പോ ഈ ഗ്ലാസ്സിന് പറയാൻ കഴിയും. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അമ്മ പറയുന്നു, ഇല്ലേ ഇല്ല. ഹല്ലേലൂയ. പുറം തള്ളപ്പെട്ടവരെ സ്വീകരിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അകത്ത് വെളിപ്പെടുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ നിറയ്ക്കുന്ന ദൈവമാണ്. എവിടെയൊക്കെയോ നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു പോയിട്ടില്ലേ? എവിടെയൊക്കെയോ നമ്മുടെ ആഗ്രഹങ്ങൾ തകർന്നു പോയിട്ടില്ലേ? എവിടെയൊക്കെയോ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ മാറ്റിവെച്ചിട്ടില്ലയോ? ആർക്കൊക്കെയോ വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റിവെച്ചിട്ടില്ലയോ? ഇന്ന് പകൽക്കാലം മനുഷ്യൻ പറയുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി മാറ്റിവെച്ചെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങൾ എവിടെയൊക്കെയോ തകർന്നു മുടിഞ്ഞു പോയെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എവിടെയോ ഇല്ലായ്മയായി പോയെങ്കിൽ ഇന്ന് പകൽക്കാലം മനുഷ്യൻ പറയുന്നു, ചെളി അടിച്ചിരിക്കുന്ന, കറപുരണ്ടിരിക്കുന്ന, പൊടി അടിച്ചിരിക്കുന്ന നീ ആകുന്ന ഭരണിയിന്മേൽ, നീ ആകുന്ന കൽപാത്രത്തിന്മേൽ ഇന്ന് പകൽക്കാലം വാക്കോളം നിറയ്ക്കുന്ന ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടവയാണ്. ആരും കാണാതെ പോയ നിന്നിൽ ഇന്ന് പകൽക്കാലം ഒരു ആത്മസാന്നിധ്യമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ, മുന്നിൽ ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആഗ്രഹമാണ്. ഒരുക്കി കൊടുക്കാൻ തയ്യാറാകൂ. നിന്നെ കാണുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്.
ഞാൻ ഇവിടെ ഇരുന്നപ്പോ എന്റെ മനസ്സിനകത്തേക്ക് വേറെ ഒന്ന് കടന്നു വന്നൊരു ചിന്ത ഇങ്ങനെയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഈ ആലയത്തിനകത്ത് നിറച്ച് ചെടികളൊക്കെ കൊണ്ട് വച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ഈ ചെടിയോട് നമ്മൾ എത്രത്തോളം കൂറ് പുലർത്തുന്നുവോ, എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നുവോ, അത് അതിന്റെ മനോഹരത്വം പിന്നെയും പിന്നെയും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായവർ സ്തോത്രം പറയാതെ. ഹല്ലേലൂയ. ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ, വളം ഇട്ടു കൊടുക്കുമ്പോൾ, അതിന് വേണ്ടതായ രീതിയിൽ അതിനെ പരിപാലിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് നാളെ വാടിയും കുഴഞ്ഞും ഉണങ്ങിയുമല്ല, അത് പിന്നെയും അതിന്റെ മനോഹരത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, വേണ്ടും വണ്ണം വളം അങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറായാൽ, വേണ്ടും വണ്ണം വെള്ളം അങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറായാൽ, നിന്റെ ജീവിതത്തിനകത്ത് തളർച്ചയല്ല, നിന്റെ ജീവിതത്തിനകത്ത് വാട്ടമല്ല, നിന്റെ ജീവിതത്തിനകത്ത് ശൂന്യതയല്ല. നീയും വളരും, നീയും തഴയ്ക്കും, നീയും മനോഹരമുള്ള ഒരു ഭംഗിയുള്ള വ്യക്തിയായി മാറും. ഇന്നവരെ ഇഷ്ടമുള്ള ദൈവമക്കൾ കരമടിച്ച് എന്റെ ദൈവത്തിന് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഹല്ലേലൂയ ഇഷ്ടംപോലെ പ്രസംഗിക്കാൻ ഇഷ്ടമായിരുന്നു, കൊതിയായിരുന്നു. ഹല്ലേലൂയ. അന്ന് രാജേഷ് ഹല്ലേലൂയ വഴുവമ്പുറമുള്ള കോഴിപ്പള്ളിയില് ഹല്ലേലൂയ ജോലിക്ക് പോകുമ്പോ സ്വത്രം ഞാനും അവനോട് പോയിട്ടുണ്ട്. എന്റെ മനസ്സിൽ എന്റെ ചിന്ത ഇങ്ങനെയായിരുന്നു സ്വത്രം. അങ്ങനെ ആ കോഴിപ്പരയിൽ പോയി നോക്കുമ്പോ ഈ കോഴിപ്പര നിറച്ച് വെള്ള കോഴികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഒരു സൈഡിൽ പോയി നിന്നുകൊണ്ട് ഈ കോഴികളെ നോക്കി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. രാമേൻ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലാം വിശ്വാസികളായി കണ്ടുകൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഹല്ലേലൂയ, ദേവദാസൻ ഈ ചെടികളൊക്കെ വച്ച് ഈ ആലയം നിറച്ച് വെക്കുമ്പോ ഈ മനസ്സിനകത്ത് ചിലപ്പോ വെമ്പൽ കാണും, വിഷമം കാണും, ദുഃഖം കാണും. കാരണം ഹല്ലേലൂയ, ഇതുപോലെ തഴച്ചു വളരുവാൻ, ഇതുപോലെ പുഷ്ടിയുള്ളതായി തീരുവാൻ, ഇതുപോലെ ഭംഗിയുള്ളതായി തീരുവാൻ പലർക്കും വേണ്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരിക്കാം, പലർക്കും വേണ്ടി വളമിട്ടിട്ടുണ്ടായിരിക്കാം. അതെല്ലാം കരിഞ്ഞതായി പുറത്തു കളഞ്ഞപ്പോ ഇന്ന് പകൽക്കാലം മനുഷ്യത്വം പറയുന്നു, നിന്നെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്തത്, എന്നെയും നിന്നെയും ദൈവം കണ്ടത്, എന്നെയും നിന്നെയും ദൈവം തേടി വന്നത് നീ മാറിപ്പോകാനല്ല, നീ പല നശിച്ചു പോകാനല്ല. നിനക്ക് ദൈവത്തിന് പ്രിയമാണ്, നീ ദൈവത്തിന് പ്രിയമുള്ള വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം കണ്ടത് നിന്റെ യോഗ്യത കണ്ടിട്ടല്ല കേട്ടോ, നമ്മുടെ കഴിവുകൾ കണ്ടിട്ടല്ല, നമ്മുടെ കുടുംബ മഹിമ കണ്ടിട്ടല്ല, നമ്മുടെ ഭംഗി കണ്ടിട്ടല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആരോഗ്യ റൂലുമായി മാറുകയാണ്. വാക്കോളം നിറയ്ക്കുവാൻ നിനക്ക് വാഞ്ചയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പലർക്കും പ്രതിഫലമുള്ള, പലർക്കും അനുഗ്രഹമുള്ളത് മാത്രമാക്കി ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ തീർക്കാൻ പോവുകയാണ്. ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. ഹല്ലേലൂയ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമുള്ളവർ തേടി വന്നാൽ മതി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആരും നിന്നെ കാണാതെ പോയെങ്കിലോ നിന്റെ ഹൃദയത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആരെ കാണാതെ പുറന്തള്ളപ്പെട്ട് കിടന്ന കൽപാത്രങ്ങളെ ദൈവം കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആരാലും അംഗീകരിക്കാതിരുന്ന എന്നെയും നിന്നെയും ദൈവം തേടി വന്നത് നമ്മുടെ കഴിവുകൾ കണ്ടിട്ടല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം ചെളി പുരണ്ടതാണെന്നും പൊടിയടിച്ചതാണെന്നും മണ്ണ് പിടിച്ചതാണെന്നും അഴുക്ക് നിറഞ്ഞതാണെന്നും ദൈവത്തിനറിയാം. പക്ഷേ ഇതിനകത്തേക്ക് വീഞ്ഞു നിറച്ച് അതിനെ ശുദ്ധിയുള്ളതാക്കി അനേകം പേർക്ക് കൈമാറുമ്പോൾ അത് മാധുര്യമുള്ളതാണ്, അത് മനോഹരമാണ്, അത് ആരും അംഗീകരിക്കുന്നതാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതായി മാറുമെന്ന് എന്റെ ദൈവത്തിന് നന്നായിട്ടറിയാം. ഇന്ന് പകൽക്കാലം താഴ്ത്തി കൊടുക്കുവാൻ, സമർപ്പിച്ചു കൊടുക്കുവാൻ, ദൈവസന്നിധിയിൽ താനിരിപ്പാൻ മനസ്സുള്ളവന് തേടി വരുന്നൊരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വെളിപ്പെടുകയാണ്. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം, ഒന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ തരങ്ങളും ഒന്ന് ദൈവസന്നിധി സമർപ്പിക്കണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷമായിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെ തേടി വന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ യോഗ്യത കൊണ്ടല്ല, നിന്റെ കൃപയാണെന്ന് തിരിച്ചറിയുന്നവർ ആത്മാവിൽ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഞാൻ നാൾപ്പൊലിവായി തീർന്നിട്ടും കാഴ്ചയിൽ സൽഫലം, ഞാൻ നാട്ടോലീവ തീർന്നിട്ടും കാഴ്ചയിൽ സൽഫലം,
എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ